നമസ്കാരം, ഞാൻ രജിൻദാസ് എം.എസ്. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭാരതത്തിൻ്റെ അഭിമാനമായ വിവേകാനന്ദ സ്വാമി വിവരിച്ച ഒരു ധ്യാനമാർഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും എങ്ങനെ തുടങ്ങണം എന്ന് അറിയാത്തവർക്കും ഏറ്റവും നല്ലൊരു തുടക്കമാണ് ഈ ധ്യാനമുറ. മന്ത്ര മെഡിറ്റേഷൻ അഥവാ ഒരു മന്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ധ്യാന പ്രക്രിയയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു അപകടവും ഇല്ലെന്ന് മാത്രമല്ല, വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്ന് വിവേകാനന്ദ സ്വാമി തന്നെ പറയുന്നു. ഈ ധ്യാനം ചെയ്യുന്നതിനായി ആദ്യം സ്വസ്ഥവും സുഖവുമായി ഇരിക്കുക. സുഖാസനമോ അവരവർക്ക് കംഫർട്ടബിൾ ആയ ഏത് രീതിയിലും ഇരിക്കാം. നട്ടെല്ല് നിവർത്തി ഇരിക്കുക. പതിയെ കണ്ണുകൾ അടയ്ക്കുക. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. പതിയെ ശ്വാസം വളരെ സാവധാനത്തിൽ വിടുക. ശ്വാസം വിടുമ്പോൾ നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ ടെൻഷനും നമ്മളിൽ നിന്ന് മാറുന്നു എന്ന് ഭാവന ചെയ്യുക. ആ റിലാക്സേഷൻ നന്നായി അനുഭവിക്കുക. ഒരു തവണ കൂടി ദീർഘമായി ശ്വാസം എടുത്ത് പതിയെ സാവധാനത്തിൽ പുറത്ത് വിടുക. ആ റിലാക്സേഷൻ ഫീൽ ചെയ്യുക. ഒന്നുകൂടെ ശ്വാസം ദീർഘമായി എടുത്ത് സാവധാനത്തിൽ പുറത്ത് വിടുക. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആയിരിക്കുന്നു. ഇനി നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇഷ്ടമുള്ള ദേവതയുടെ നാമമന്ത്രം മനസ്സിൽ ജപിക്കുക. ശ്വാസം വിടുമ്പോഴും ഈ നാമമന്ത്രം ജപിക്കുക. ഇതിനായി നിങ്ങൾക്ക് ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീ മഹാഗണപതയേ നമ, ഓം ശരവണഭവ, ഓം ശ്രീ ദുർഗായേ നമ, ഓം ശ്രീ ഭദ്രകാളിയേ നമ എന്നിങ്ങനെ ഏത് ദേവതയുടെ മന്ത്രവും തിരഞ്ഞെടുക്കാം. ഏറ്റവും ലളിതമായ ഒരു ധ്യാനമാർഗമാണിത്. നമ്മുടെ ഓരോ ശ്വാസത്തിലും ഇഷ്ടദേവതയുടെ മന്ത്രം മനസ്സുകൊണ്ട് ജപിക്കുക. ഇങ്ങനെ 10 മിനിറ്റിൽ തുടങ്ങി ഇഷ്ടമുള്ളത്ര സമയം വരെയും ചെയ്യാം. ഇത് എത്രയേറെ ചെയ്യുന്നോ അത്രയേറെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. പൂർണ്ണ ശ്രദ്ധ ശ്വാസത്തിലും മന്ത്രത്തിലുമായിരിക്കണം. ഇങ്ങനെ പതിവായി ചെയ്തു വരുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ താളത്തിലാകും. മന്ത്രം ശ്വാസത്തിലും ശ്വാസത്തിലൂടെ പ്രാണനിലും ലയിക്കുവാൻ തുടങ്ങുമ്പോൾ ഏത് ദേവതാമന്ത്രമാണോ ജപിക്കുന്നത് ആ ദേവതയുടെ അനുഗ്രഹവും അനുഭവവും സഹായവും നമുക്ക് കിട്ടിത്തുടങ്ങും. ധ്യാനമാർഗത്തിൻ്റെ ഫലം വിവേകാനന്ദ സ്വാമിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഈ ധ്യാനം ശ്വാസോച്ഛ്വാസം മാത്രാക്രമത്തിലാക്കുന്നു. ശ്വാസോച്ഛ്വാസത്തിനൊപ്പം മന്ത്രജപവും മാനസികമായി നടക്കുമ്പോൾ ശരീരമാകെ ക്രമപ്പെട്ടു വരുന്നതായി കാണാം. അപ്പോൾ മനസ്സിലാകും വിശ്രമം എന്നാൽ എന്താണെന്ന്. അലഞ്ഞു തളർന്ന നാഡികളെല്ലാം ശാന്തിയിൽ ലയിക്കും. മുൻപൊരിക്കലും വാസ്തവത്തിൽ വിശ്രമിച്ചിട്ടേയില്ലെന്ന് തോന്നും. ഈ അഭ്യാസത്തിൻ്റെ ആദ്യ ഫലം മുഖഛായയിൽ തന്നെ ഉണ്ടാകും. മുഖത്തെ കറുത്ത പാടുകളും പരുഷങ്ങളായ രേഖകളും മാഞ്ഞ് മുഖത്ത് ശാന്തിയും തേജസ്സും നിറയും. സ്വരത്തിന് മാധുര്യമുണ്ടാകും. മുടങ്ങാതെ 6 മാസം അഭ്യസിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതമാകെ മാറിത്തുടങ്ങുന്നതായി അനുഭവപ്പെടും. നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനഗ്രന്ഥം താനേ തുറക്കും. എല്ലാ രഹസ്യങ്ങളും നിങ്ങൾക്ക് വെളിവാകും. ഈ ഒരു ധ്യാനമുറയിൽ ശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. യോഗികൾ ശ്വാസത്തിലൂടെയാണ് എല്ലാ സിദ്ധികളും നേടുന്നത്. യോഗാസനങ്ങൾ ശീലിക്കുമ്പോൾ 1 മിനിറ്റിൽ നമ്മൾ എടുക്കുന്ന ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ മനസ്സ് സ്വസ്ഥവും സുഖവുമായി അല്ല ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. സ്വാഭാവികമായി 1 മിനിറ്റിൽ തന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വന്നാൽ ചില സിദ്ധികൾ ലഭിച്ചു തുടങ്ങും. യോഗ സമ്പ്രദായത്തിൽ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മനുഷ്യൻ 1 മിനിറ്റിൽ സ്വാഭാവികമായി എടുക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണം 12 മുതൽ 18 വരെയാണ്. നിങ്ങളുടെ ശ്വാസം മിനിറ്റിൽ 12 മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും മനസ്സിലായി തുടങ്ങും.
ശ്വാസത്തിൻ്റെ എണ്ണം 1 മിനിറ്റിൽ 9 ചുരുങ്ങിയാൽ പക്ഷികൾ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും നമുക്ക് വെളിപ്പെട്ടു തുടങ്ങും. ശ്വാസം 3 ചുരുങ്ങുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വെളിവാകും. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ശ്വാസം പിടിച്ച് കൺട്രോൾ ചെയ്ത് ഫോഴ്സിബിൾ ആയിട്ടല്ല ശ്വാസത്തിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരേണ്ടത്. നാം നിരന്തരമായി യോഗ, ധ്യാനം ഇതൊക്കെ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശ്വാസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരും. ഈ ശ്വാസമാണ് യോഗയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച രഹസ്യങ്ങളുടെ താക്കോൽ. വിവേകാനന്ദ സ്വാമിയുടെ ഈ ധ്യാനമാർഗം എല്ലാവരും പരിശീലിക്കുക. സ്ഥിരമായി ചെയ്തു വരുമ്പോൾ നമുക്ക് വളരെ നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.